ഹലോ ഗായ്സ്, നമ്മൾ ഇമ്പൾസിൻ്റെ കാർബറേറ്റർ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഇമ്പൾസിൻ്റെ സൈഡ് ഓവർ ഊരിയെടുക്കുക. ഒരു സ്റ്റാറിൻ്റെ സ്ക്രൂവും 10ൻ്റെ ബോൾട്ടുമാണ് വരുന്നത്. അപ്പോൾ രണ്ട് ഊരിയെടുക്കുക. ഇമ്പൾസും യൂണിക്കോണൊക്കെ സെയിം കാർബറേറ്ററാണ്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് യൂണിക്കോണും വരുന്നത്. സൈഡ് ഓവർ ഊരിയതിന് ശേഷം ത്രോട്ടിലിൻ്റെ ക്യാപ്പ് ഊരിയെടുക്കുക. 2 സ്റ്റാറിൻ്റെ സ്ക്രൂ ആണ് വരുന്നത്. ത്രോട്ടിൽ കേബിളിൽ ലൂസ് ചെയ്യുക. അതിനായിട്ട് 10ൻ്റെ ഡബിൾ എൻഡ് ഉപയോഗിച്ച് ത്രോട്ടിൽ കേബിൾ ലൂസ് ചെയ്ത് ഊരിയെടുക്കുക. അതിനുശേഷം കാർബണിൻ്റെ ഇൻലെറ്റ് മാനിഫോൾഡിലോട്ടുള്ള കണക്ഷൻ സ്റ്റാർ ഉപയോഗിച്ച് ലൂസ് ചെയ്യുക. അതുപോലെ തന്നെ എയർ ഫിൽറ്ററിലോട്ടുള്ള കണക്ഷനും ലൂസ് ചെയ്യുക. അതിനുശേഷം 14ൻ്റെ ഡബിൾ എൻഡ് ഉപയോഗിച്ച് ചോക്ക് കേബിള് ലൂസ് ചെയ്തെടുക്കാം. അതിനുശേഷം കാർബണിൻ്റെ ത്രോട്ടിൽ സെൻസറിൻ്റെ ലൈൻ വിടിയിച്ചിട്ട് പെട്രോൾ ട്യൂബും വിടിയിച്ചെടുത്ത് കാർബറേറ്റർ പുറത്തോട്ടെടുക്കുക. കാർബറേറ്ററിൻ്റെ മുകളിലെ 2 സ്റ്റാർ ഊരിയെടുത്ത് വാക്വം പിസ്റ്റൺ ഊരിയെടുക്കുക. വാക്വം പിസ്റ്റൻ്റെ മുകളിലുള്ള സ്പ്രിങ് ഊരുക. വാക്വം പിസ്റ്റൺ ഊരിയെടുക്കുക. വാക്വം പിസ്റ്റൺ നല്ല രീതിക്ക് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. കാർബണിൻ്റെ ഉള്ളിലും വാക്വം പിസ്റ്റൺ പോകുന്ന സ്ലോട്ട് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കാർബണിൻ്റെ അടിവശം ഊരിയെടുക്കുക. 3 സ്റ്റാറിൻ്റെ ബോൾട്ടാണ് വരുന്നത്. അടിവശം ഊരിയെടുത്തതിന് ശേഷം കാർബറേറ്ററിൻ്റെ ഫ്ലോട്ട് ഊരിയെടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഓവർഫ്ലോ നീഡിലും ഉണ്ടാവും, അത് ഊരിയെടുക്കുക. അതിനുശേഷം 2 ജെറ്റാണ് വരുന്നത്. ഒരു മെയിൻ ജെറ്റും ഒരു ചെറിയ ജെറ്റുമാണ് വരുന്നത്. അത് 2 ഊരിയെടുക്കുക. ഒന്നെങ്കിൽ 7ൻ്റെ ഡബിൾ എൻഡ് ഉപയോഗിച്ച് ഊരിയെടുക്കുക. ഞാൻ അവിടെ പ്ലെയറാണ് യൂസ് ചെയ്യുന്നത്. ചെറിയ മൈനസ് ഉപയോഗിച്ച് 2ാമത്തെ ജെറ്റും ഊരിയിടുക. ഈ രണ്ടും നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഹോൾസൊക്കെ ഓപ്പൺ ആക്കുക അടഞ്ഞിരിപ്പുണ്ടെങ്കിൽ. അതുപോലെ കാർബറേറ്ററും നല്ല രീതിക്ക് പെട്രോൾ വെച്ച് വാഷ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ വാക്വം പിസ്റ്റൺ നല്ല രീതിക്ക് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് സാൻഡ് പേപ്പർ വെച്ച് ഉരച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത്. കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ വാക്വം പിസ്റ്റൺ മാറിക്കളയാണ് ചെയ്യേണ്ടത്. വാക്വം പിസ്റ്റൻ്റെ റേറ്റ് വരുന്നത് 500 രൂപയാണ്. നമ്മളിത് കസ്റ്റമർ അങ്ങനെ പറഞ്ഞ കാരണം മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്.
കാരണം വാക്വം പിസ്റ്റൺ മാറിക്കളയാൻ കാർബറേറ്റർ നല്ല രീതിക്ക് കംപ്ലൈൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. വാക്വം പിസ്റ്റൺ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൻ്റെ സ്പ്രിങ് ഇട്ട് ക്യാപ്പിട്ട് മോൾ വശം ക്ലോസ് ചെയ്യുക. അതുപോലെ തന്നെ ജെറ്റ് എല്ലാം ക്ലീൻ ചെയ്ത് ഫ്ലോട്ടും സെറ്റ് ചെയ്ത് അടിവശവും ക്ലോസ് ചെയ്യുക. 3 സ്റ്റാറിൻ്റെ ബോൾട്ടാണ് വരുന്നത്. അതിനുശേഷം കാർബറേറ്ററിലോട്ട് ചോക്ക് കേബിൾ ഇൻസ്റ്റാൾ ചെയ്യുക. ചോക്ക് കേബിൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം കാർബറേറ്ററിൻ്റെ ബാക്ക് സൈഡ് എയർ ഫിൽറ്ററിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. എയർ ഫിൽറ്ററിൻ്റെ ട്യൂബിലോട്ട് ബാക്ക് സൈഡ് കയറ്റിയതിന് ശേഷം ബാക്കിലോട്ട് പുഷ് ചെയ്ത് ഫ്രണ്ട് സൈഡ് ഇൻലെറ്റ് മാനിഫോൾഡിലോട്ട് കയറ്റുക. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡിൽ പോയി ഇതിൻ്റെ സെൻസർ കേബിളും പെട്രോൾ ലൈനും കണക്ട് ചെയ്യുക.